إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم وقل الحق من ربكم فمن شاء فليؤمن ومن شاء فليكفر إنا أعتدنا للظالمين نارا أحاط بهم سرادقها وإن يستغيثوا يغاثوا بماء كالمهل يشفي الوجوه بئس الشراب وساءت مرتفقا. ഏറെ ആദരണീയരായ വിശ്വാസിനികൾ, ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ അത് നമ്മളെ ആനന്ദിപ്പിക്കുകയും നമ്മുടെ രുചിമുകുളങ്ങളെ സജീവമാക്കുകയും ചെയ്യുന്ന കാര്യമാണ്. പലപ്പോഴും പല ആളുകളും ഒരുപാട് ജോലി തിരക്കുകളിലൊക്കെ ഏർപ്പെട്ടതിന് ശേഷം ഒരു സമാധാനത്തിന് വേണ്ടി ഒരു ഭക്ഷണം കഴിക്കാൻ പോയാൽ അവർക്ക് അതിൽ നിന്നൊക്കെ അവരുടെ എല്ലാ കുടുസതകളിൽ നിന്നും ഒരു ആശ്വാസം ലഭിക്കാറുണ്ട്. ടെൻഷനുള്ള ആളുകൾ, ചില ആളുകൾക്ക് ഭക്ഷണം, നല്ലൊരു ഭക്ഷണം, രുചികരമായ ഒരു ഭക്ഷണം കിട്ടിയാൽ അത് നമുക്കൊരു സമാധാനം ഉണ്ടാവാറുണ്ട്. പുറത്തൊരു ഹോട്ടലിലോ മറ്റോ നമ്മളൊരു ഭക്ഷണം കഴിക്കാൻ ചെന്ന് പ്രതീക്ഷയോടുകൂടി ചെന്ന് ആ ഭക്ഷണം വേണ്ടത്ര രുചികരമല്ലാതിരുന്നാൽ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതയുണ്ട്. യഥാർത്ഥത്തിൽ നാം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിലെ ചില ഹോർമോണുകൾ ആ സമയത്ത് സജീവമാകുന്നുണ്ട്. ആ ഹോർമോണുകൾ ഹാപ്പി ഹോർമോണുകളാണ് സജീവമാകുന്നത്. നമ്മളുടെ മനസ്സിന്, നമ്മളുടെ ശരീരത്തിന് ആനന്ദം സമ്മാനിക്കുന്ന ചില ഹോർമോണുകൾ. അതിലേറ്റവും സജീവമായത് ഡോപ്പമിൻ എന്ന് പറഞ്ഞ പ്രചോദനത്തിന്, ഒരാളെ പ്രചോദിപ്പിക്കുന്ന സ്നേഹത്തിന്റെ ഹോർമോണായിട്ട് അറിയപ്പെടുന്ന ഡോപ്പമിൻ. അതുപോലെ തന്നെ സെറട്ടോണിൻ എന്ന് പറഞ്ഞ ഹോർമോൺ, മനസ്സിന്റെ സമാധാനവും സന്തോഷവും ഒക്കെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഈ സമയത്ത് ആക്റ്റീവ് ആകുന്നുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ എൻഡോർഫിൻ എന്ന് പറഞ്ഞ വേദന കുറക്കാനും സംതൃപ്തി നൽകാനും ഒക്കെ സഹായിക്കുന്ന തരത്തിലുള്ള ഹോർമോൺ. ഇങ്ങനെയുള്ള പല ഹോർമോണുകളും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിൽ സജീവമാകുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്കൊരു ആനന്ദവും സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും ഒക്കെയുള്ള കാരണം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകവാസികളായ ആളുകൾക്ക് ഏർപ്പെടുത്തി തന്നിട്ടുള്ള ഭക്ഷണത്തെ കുറിച്ച് ഖുർആനിലൂടെ സൂറത്തുൽ ഗാശിയയിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് അള്ളാഹു അടിവരയിട്ട് സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. ലൈസ ലഹും ത്വആമുൻ ഇല്ലാ മിൻ ദരീഅ. അവർക്ക് ദരീഅയിൽ നിന്നല്ലാതെ ഭക്ഷണമില്ല. ദരീഅ എന്ന് പറഞ്ഞാൽ ഒരു തരം കള്ളിമുൾച്ചെടി പോലെയുള്ള വസ്തുവാണ്. കള്ളിമുൾച്ചെടികൾ കഴിച്ചു ജീവിക്കുന്ന ജീവിയാണ് ഒട്ടകം. ആ ഒട്ടകം പോലും കഴിക്കാത്ത രീതിയിൽ അത്രയേറെ മുള്ളുകളുള്ള ഒരു സാധനം, അതാണ് ദരീഅാണ് അവർക്ക് ഭക്ഷണമായിട്ട് അവിടെ നരകത്തിൽ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ. അത് അവർക്ക് പോഷണം നൽകുകയില്ല. നമ്മളുടെ ശരീരത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുവാൻ, നമുക്ക് സമാധാനം നൽകുന്ന, നമുക്ക് സന്തോഷം നൽകുന്ന തരത്തിലാണ് നമ്മളുടെ ഭക്ഷണം എന്ന് പറഞ്ഞു. പക്ഷെ ഖുർആൻ അടിവരയിട്ട് പറയാണ് ലാ യുസ്മിനു,
അതവർക്ക് പോഷണം നൽകുകയില്ല. വലാ യുഗ്നി മിൻ ജൂ', അവർക്ക് വിശപ്പിൽ നിന്ന് ഒരു തരത്തിലും അത് ഉപകരിക്കുകയുമില്ല. പിന്നെ എന്തിനാണ് നരകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ നരകവാസികളായ ആളുകൾക്ക്, തെമ്മാടികളായ ആളുകൾക്ക് ഭക്ഷണം ഒരുക്കി വെച്ചിട്ടുള്ളത്? അതൊരു പ്രയാസപ്പെടുത്തലിന് വേണ്ടിയാണ്. അവർക്ക് സമാധാനം നൽകുവാനല്ല, അവർക്ക് സന്തോഷം നൽകുവാനല്ല, അവരുടെ വയറ് നിറയുവാനല്ല, അവരുടെ വിശപ്പ് ശമിപ്പിക്കുവാനല്ല. മറിച്ച് അവരെ വീണ്ടും അസ്വസ്ഥതകളിൽ നിന്ന് അസ്വസ്ഥതകളിലേക്ക് തള്ളിയിടുവാൻ വേണ്ടിയാണ് എന്ന് ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും നരകഭക്ഷണങ്ങളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലആകിലൂന മിൻ ശജരിൻ മിൻ സഖൂം, തീർച്ചയായും അവർ സഖൂമിൽ നിന്ന് ഭക്ഷിക്കപ്പെടുന്നതാണ്, അവര് സഖൂമിൽ നിന്ന് ഭക്ഷിക്കുന്നതാണ്. ഫമാലിഊന മിൻഹൽ ബുതൂൻ, ഈ സഖൂം എന്ന വൃക്ഷത്തിൽ നിന്ന് അവർ വയറു നിറയെ കഴിക്കുന്നതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും നേരത്തെ പറഞ്ഞതുപോലെയല്ല, ഈ സഖൂം എന്ന് പറഞ്ഞ വൃക്ഷം അത് കുറച്ചുകൂടി രുചിയുള്ളതാകാം, കുറച്ചുകൂടി അവർക്ക് സമാധാനം ലഭിക്കുന്നതാകാം, അതുകൊണ്ടായിരിക്കാം അവർ വയറു നിറയെ കഴിക്കുന്നത് എന്ന് നമ്മൾ വിചാരിച്ചു പോകും. അല്ല, ഇന്ന ശജറത സഖൂം, ഖുർആൻ വിശദീകരിക്കുകയാണ്, തീർച്ചയായും സഖൂം വൃക്ഷം എന്നുള്ളത് തുആമുൽ അസീം, അത് കുറ്റവാളികളായ, തെമ്മാടികളായ, താന്തോന്നിവാസികളായ, വൈകൃതങ്ങളിൽ നിറഞ്ഞാടിയ, തിന്മകൾ കണ്ട് അതിലഭിരമിച്ച് ആ തോന്നിവാസങ്ങളിൽ മുഴുകി എനിക്ക് തോന്നുന്നത് പോലെ ജീവിക്കും, എന്റെ ബോഡി എന്റെ ചോയ്സ് ആണ്, എന്റെ തിരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് തോന്നിവാസങ്ങളിൽ ജീവിച്ച ആളുകൾ തുആമുൽ അസീം, കുറ്റവാളികൾക്കുള്ള ഭക്ഷണം തന്നെയാണ് സഖൂം. കൽ മുഹ്ലി, ഉരുക്കിയ ലോഹം പോലെ ഉണ്ടാകുമത്. ലോഹം, ഇരുമ്പ് ഉരുക്കി വെച്ച ആ ഒരു ദ്രാവക രൂപത്തിലുള്ള അവസ്ഥയില്ലേ, ആ അവസ്ഥയിലായിരിക്കും ആ ഭക്ഷണം ഉണ്ടാവുക. യഗ്ലി ഫിൽ ബുതൂൻ, അത് അവരുടെ വയറുകളിലേക്ക് എത്തുന്ന സമയം അത് അവരുടെ വയറുകളിൽ ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും. സഖൂം ഒരാൾ കഴിച്ചിട്ട് അവരുടെ വയറുകളിൽ അത് തിളച്ചു മറിയുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ ആരും അത് കണ്ടിട്ടില്ല. എന്നാൽ നമ്മൾ കാണുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ചായ തിളപ്പിക്കുന്ന, വെള്ളം തിളപ്പിക്കുന്ന സമയത്ത്, ചായക്ക് വേണ്ടി വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് അത് 100 ഡിഗ്രി സെൽഷ്യസിൽ വെട്ടിത്തിളക്കുന്നത് കണ്ടിട്ടില്ലേ? കഗില്ലിൽ ഹമീം, ചുടുവെള്ളം വെട്ടിത്തിളക്കുന്നത് പോലെ മനുഷ്യന്റെ ഉദരങ്ങളിൽ ആ സഖൂം കഴിക്കുന്നത് കാരണം അത് വെട്ടിത്തിളച്ചുകൊണ്ടിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ദുഖാനിലൂടെ നമ്മളോട് പറയാണ്. എന്നിട്ട് ചോദിക്കാണ്, അദാലിക ഖൈർ, ഇതാണോ ഉത്തമം? ഈ സഖൂമാണോ ഉത്തമം? അദാലിക ഖൈറുൻ നുസ്ലൻ അം ശജറത്തു സഖൂം, ഈ സ്വർഗ്ഗത്തിലെ അനുഗ്രഹങ്ങളെ പറഞ്ഞിട്ട് അല്ലാഹു ചോദിക്കാണ്, ഇതാണോ നിങ്ങൾക്ക് നല്ലത്? അതല്ല, ഈ സഖൂം വൃക്ഷത്തിൽ നിന്നുള്ള ഈ കഴിക്കുന്നതാണോ നിങ്ങൾക്ക് നല്ലത്? ഇന്നാ ജഅൽനാഹാ ഫിത്നതൽ ലിസ്സാലിമീൻ, തീർച്ചയായിട്ടും അക്രമികളായ ആളുകൾക്ക് നാം അതൊരു പരീക്ഷണമായി കൊണ്ട് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇന്നഹാ ശജറത്തുൻ തഖ്റുജു ഫീ അസ്ലിൽ ജഹീം, തീർച്ചയായിട്ടും നരകത്തിന്റെ അടിയിൽ നിന്ന് മുളച്ചു പൊന്തുന്ന ഒരു മരമാണ് അത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെപ്പറ്റി പറയുന്നത്? ചില ആളുകളൊക്കെ പറയും, ഈ സൂഫികളൊക്കെ പറയും, പിന്നെ നമ്മള് ആളുകളെ നരകം പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കാണ്. ഖുർആൻ പേടിപ്പിച്ചതാണ്. തിന്മകൾ ചെയ്യുന്ന, വൈകൃതങ്ങളിൽ അഭിരമിക്കുന്ന ആളുകളോടുള്ള അള്ളാഹുവിന്റെ ഭാഷ തന്നെയാണിത്. നമ്മൾ മക്കിയായ സൂറത്തുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. മക്കിയായ സൂറത്തുകളിലെ പ്രയോഗങ്ങൾ വളരെ രൂക്ഷമായ രീതിയിലാണ്. കാരണം മനസ്സ് കടുത്തുപോയ, തിന്മകളിൽ മുഴുകിയ ആ മക്കാ മുശ്രിക്കീങ്ങളോട് അള്ളാഹു സംസാരിക്കുന്ന ശൈലിയാണത്. അതിൽ അന്ത്യദിനത്തെ പറ്റി ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിൽ നരകത്തെ പറ്റി അതിഗൗരവത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, അതുപോലെ തന്നെ അൽ ഖാരിഅതു മൽ ഖാരിഅ അൽ ഹാഖതു മൽ ഹാഖ വമാ അദ്റാക മൽ ഹാഖ. ഇങ്ങനെ അന്ത്യനാളിനെ പറ്റി വളരെ ഗൗരവമായ രീതിയിൽ നടത്തുന്ന പ്രയോഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. എന്തിനു വേണ്ടിയാണ്? പേടിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ്. അല്ലാഹു ശക്തമായി ശിക്ഷിക്കുന്നവൻ തന്നെയാണ്. ആരെയാണ് അല്ലാഹു ശിക്ഷിക്കുക? അല്ലാഹു ശിക്ഷിക്കുന്നത് തമ്മാടികളെയാണ്, താന്തോന്നിവാസികളെയാണ്, വൈകൃതങ്ങളിൽ മുഴുകുന്നവരെയാണ്. അല്ലാത്തവർക്കുള്ളതാണ് സ്വർഗം, സ്വർഗത്തിന്റെ ആരാമങ്ങൾ, സ്വർഗത്തിന്റെ സുഖങ്ങൾ, സ്വർഗത്തിന്റെ സൗന്ദര്യങ്ങൾ, അതെല്ലാം നന്മയിൽ ചെയ്യുന്നവർക്കുള്ളതാണ്. എന്നാൽ തന്റെ സ്വകാര്യ ജീവിതത്തിൽ, തന്റെ പരസ്യ ജീവിതത്തിൽ, തന്റെ ഇടപാടുകളിൽ, തന്റെ വ്യവഹാരങ്ങളിൽ, തന്റെ സാമ്പത്തിക ഇടപാടുകളിൽ, തന്റെ ലൈംഗികമായ രംഗങ്ങളിൽ, വൈകൃതങ്ങളിൽ കൂത്താടുന്നവരോട് ഖുർആനിന്റെ ശൈലി തന്നെയാണ് ഈ തരത്തിലുള്ള ശൈലിയെല്ലാം. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലെ പാനീയങ്ങളെ പറ്റി, കുടിനീരിനെ പറ്റി, വെള്ളത്തെ പറ്റി പറഞ്ഞു തരുന്നുണ്ട്. നല്ല ചൂടുള്ള ഒരു സമയത്ത്
തണുപ്പുള്ള വെള്ളം ലഭിച്ചാൽ ഒരു മനുഷ്യന്റെ ശരീരത്തിന് അത് നൽകുന്ന ആശ്വാസം എത്രത്തോളം വലുതാണ് എന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഖുർആൻ അവിടെ നരകവാസികളെ പറ്റി പറയുമ്പോൾ പറയാണ്, ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബ, അവർക്കവിടെ തണുപ്പോ മാന്യമായ വെള്ളമോ ഇല്ല. ഇല്ല ഹമീമൻ വഗസ്സാഖ, അവിടെ അവർക്കുള്ളത് ഹമീമാണ്. ഹമീം എന്ന് പറഞ്ഞാൽ വെട്ടിത്തിളക്കുന്ന ചൂടേറിയ വെള്ളം. വഗസ്സാഖ, അതുപോലെ തന്നെ ദുർഗന്ധത്തോടു കൂടി ഒഴുകുന്ന അതിതണുപ്പുള്ള, തൊള്ളയിൽ വായിൽ വെക്കാൻ കഴിയാത്ത അത്രയും തണുപ്പുള്ള വെള്ളവും വല്ലാതെ ചൂടുള്ള വെള്ളവുമാണ് അവർക്ക് അവിടെയുള്ളത്. അസഹ്യമായ തണുപ്പും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നത് തന്നെയാണ്, അസഹ്യമായ ചൂടും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നത് തന്നെയാണ്. ഇത് രണ്ടും നരകത്തിൽ ശിക്ഷയായി ഉണ്ട് എന്ന് തന്നെയാണ് ഖുർആൻ, വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നത് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആൻ ഹമീം എന്നതിനെ വിശദീകരിക്കുന്നുണ്ട്. ഈ ചൂടേറിയ വെള്ളം എന്താണ് എന്നതിനെ പറ്റി വിശദീകരിക്കുന്നുണ്ട്. വസൂഖു മാഅൻ ഹമീമൻ ഫഖത്തഅ അംആഅഹും, അവർ ഈ ചൂടേറിയ വെള്ളത്തിൽ നിന്ന് കുടിക്കും, ഹമീമിൽ നിന്ന് അവർ കുടിക്കും. അത് കുടിക്കുമ്പോ അവർക്ക് ദാഹം ശമിക്കുകയില്ല, അവർക്ക് ദാഹത്തിന്റെ നിന്ന് ആശ്വാസം ലഭിക്കുകയില്ല. മറിച്ച് ഫഖത്തഅ അംആഅഹും, അവരുടെ കുടലുകൾ ചിന്നിച്ചിതറുമെന്ന് സൂറത്തുൽ മുഹമ്മദിന്റെ 15-ാമത്തെ വചനമായി കൊണ്ട് കാണുക. ഇതൊന്നും മായാവിക്കഥയായിക്കൊണ്ട് ആരും മനസ്സിലാക്കേണ്ടതില്ല. അല്ല, ഖുർആൻ തന്നെ നമ്മളോട് പറയുന്നതാണ്. ഇങ്ങനെയുള്ള വെള്ളം നരകത്തിൽ നിന്ന് കുടിക്കുന്ന, ശിക്ഷയായി കൊണ്ട് കുടിക്കുന്ന ആളുകൾ അവരുടെ കുടലുകൾ ചിന്നിച്ചിതറുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളോട് പറയാണ്. എന്നിട്ട് ഇവരിത് കുടിക്കുന്ന, ഇത്രയും കുടിച്ചാൽ കുടലുകൾ ചിന്നിച്ചിതറുന്ന ഈ വെള്ളം അവർ കുടിക്കുന്ന രീതി ഖുർആൻ സൂറത്തുൽ വാഖിഅയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഫശാരിബൂന അലൈഹി മിനൽ ഹമീം, അവർ ഹമീമിൽ നിന്ന് കുടിപ്പിക്കപ്പെടും. ഫശാരിബൂന ശുർബൽ ഹീം, ഒട്ടകം കുടിക്കുന്നത് പോലെ അതിൽ നിന്ന് അവർ മോന്തി കുടിക്കും. അസ്വസ്ഥത കാരണം, ദാഹം കാരണം, പ്രയാസം കാരണം ഈ വെള്ളം ഞങ്ങൾക്കൊന്ന് സമാധാനം നൽകിയേക്കാം, ഒന്ന് തണുപ്പേകിയേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഹമീമിൽ നിന്ന് അവർ മോന്തി കുടിക്കാൻ ശ്രമിക്കും. അത് കുടിക്കുന്ന സമയം അവരുടെ കുടലുകൾ ചിന്നിച്ചിതറുകയും പിന്നെയും വേദനകളിൽ നിന്ന് വേദനകളിലേക്ക് അവർ വലിച്ചെറിയപ്പെടുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അവർക്കുള്ള മറ്റൊരു വെള്ളമാണ് സ്വദീദ് എന്ന് പറയുന്ന വെള്ളം. മിൻ വറാഇഹി ജഹന്നം വയുസ്ഖാ മിൻ മാഇൻ സ്വദീദ്, അവരുടെ പിന്നാമ്പുറത്ത് നരകമാണുള്ളത്. അവർ സ്വദീദിൽ നിന്ന് കുടിപ്പിക്കപ്പെടുന്നതാണ്. യതജറഉ, അതവർ കുടിച്ചിറക്കാൻ നോക്കും. ദുർഗന്ധമുള്ള മനുഷ്യരുടെ, നരകവാസികളുടെ ശരീരത്തിൽ നിന്നുള്ള നീരും ചലവുമാണ് ആ സ്വദീദ് എന്ന വെള്ളം. അതും ഗതികേടു കാരണം ആ മനുഷ്യന്മാർ കുടിച്ചിറക്കാൻ ശ്രമിക്കും. വല യകാദു യുസീഗു, അത് അവർക്ക് തൊണ്ടയിൽ നിന്ന് കുടിച്ചിറക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവർ ബുദ്ധിമുട്ടും. വയതീഹിൽ മൗതു മിൻ കുല്ലി മകാൻ, എല്ലാ ഭാഗങ്ങളിൽ നിന്നും മരണം അവരിലേക്കെത്തും. ഒന്ന് മരിച്ചെങ്കിൽ എന്നവർ വിചാരിക്കും. എന്നാൽ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, അവിടെ അവർക്ക് ജീവിതവുമില്ല മരണവുമില്ല. വമാ ഹുവ ബിമയ്യിത്, അവർ മരിക്കുകയില്ല. വമിൻ വറാഇഹി അദാബുൻ ഗലീദ്, ഇത് മാത്രമല്ല ഇതിന്റെയും പിന്നാമ്പുറത്ത് ഇതിനേക്കാൾ വേദനാജനകമായ ശിക്ഷകൾ അവരെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഖുർആൻ വീണ്ടും നമ്മളോട് താക്കീതായിക്കൊണ്ട് പറഞ്ഞു തരാണ്. ഇന്ന് നമ്മൾ ചൂണ്ടുവിരൽ വെച്ചോദിയ സൂറത്തുൽ കഹ്ഫ്, ആ സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ ഓതിപ്പോയ ഒരു ആയത്തിന്റെ ശകലമുണ്ട്. വയസ്തഗീസു യുഗാസു ബിമാഇൻ കൽമുഹ്ലി യശ്വിൽ വുജൂഹ്, അവരിങ്ങനെ അവർ വെള്ളത്തിന് വേണ്ടി കെഞ്ചുന്ന അവസ്ഥ. യുഗാസു ബിമാഇൻ, അവർക്ക് നരകത്തിന്റെ പാറാവുകാരായ മലക്കുകൾ ഒരു വെള്ളം കൊണ്ടുവന്ന് കൊടുക്കും. കൽമുഹ്ലി, അത് ഉരുക്കിയ ലോഹം പോലെ ഉണ്ടാകും. യശ്വിൽ വുജൂഹ്, അത് മുഖത്തെ കടുപ്പിക്കുമ്പോഴേക്ക് അവരുടെ മുഖം ശവായയായി പോകും. യശ്വിൽ വുജൂഹ് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ ചോദിക്കാണ്, ബിഅസ ശറാബ്, ഇതത്ര മോശമായ വെള്ളമാണല്ലേ. വസാഅത് മുർത്തഫഖ, ഇതത്ര മോശമായ താമസ സ്ഥലമാണല്ലേ എന്ന് ഖുർആൻ നമ്മളോട് തന്നെ ചോദിക്കാണ്. ഇങ്ങനെയൊരു താമസ സ്ഥലം നിങ്ങൾ ആഗ്രഹിക്കുന്ന മനുഷ്യരെ, ഇങ്ങനെയൊരു വെള്ളം കുടിച്ചിറക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് മനുഷ്യരെ? ഇല്ലയല്ലേ? നിങ്ങൾക്ക് താല്പര്യമില്ലയല്ലേ? നിങ്ങളുടെ സ്വപ്നങ്ങളിൽ പോലും നിങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല അല്ലേ? എങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കുന്നത് എന്തുകൊണ്ടാണ്? തന്റെ സ്വകാര്യ ജീവിതങ്ങളിൽ നമ്മൾ എന്തുകൊണ്ടാണ് തിന്മയിൽ അഭിരമിക്കുന്നത്? ആളുകൾ കാണുന്നില്ല എന്ന സമാധാനത്തോടു കൂടി തിന്മയുടെ വഴികൾ എന്തുകൊണ്ടാണ് നാം തുറക്കുന്നത്? നമ്മുടെ ക്യാമ്പസ് അങ്കണങ്ങളിൽ നമുക്ക് തോന്നിവാസങ്ങളുടെ വഴി തുറക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലേക്ക് വീണു പോകുന്നത് എന്താണ്? തെറ്റാണ് എന്ന് മനസ്സിലായിട്ടും ലഹരിയുടെ വഴി, പ്രണയത്തിന്റെ വഴി, തോന്നിവാസത്തിന്റെ വഴി അത് തെറ്റാണെന്ന് മനസ്സിലായിട്ടും
പിന്നെ എന്തുകൊണ്ട് അതിൽ വീഴുന്നുവെന്ന ചോദ്യമുണ്ട്. അതൊരു യുദ്ധപ്രഖ്യാപനമാണ്. ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടും ഒരു കൂസലമില്ലാതെ നിലപാടെടുക്കുന്നവർ അവർ സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. നരകം അത് തെറ്റുകാർക്കുള്ളവർ ഇതാണ്, തിന്മ ചെയ്യുന്നവർക്കുള്ളതാണ്. സ്വർഗം വിശ്വാസികൾക്കുള്ളതാണ്, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾക്കുള്ളതാണ്. ഫഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. അല്ലാഹുവിന്റെ സ്ഥാനത്തെ ഭയപ്പെട്ടുകൊണ്ട് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്ന, സ്വന്തം ഇച്ഛകളിൽ നിന്ന് നമ്മളുടെ മനസ്സ് നമ്മളെ തിന്മകളിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ആ ഇച്ഛകളിൽ നിന്ന് മനസ്സിനെ അകറ്റി നിർത്തുന്ന ആളുകൾ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, സ്വർഗം അവർക്കുള്ളതാണ് എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയതാണ്. നമ്മളുടെ സ്വകാര്യ ജീവിതം നമ്മൾ നന്നാക്കുക, നമ്മളുടെ രഹസ്യ പരസ്യ ജീവിതങ്ങളിലെല്ലാം തിന്മയുടെ വഴികളിൽ നിന്ന് നാം മാറി നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹദ ഉസല്ലി വഉസല്ലിമു അലാ അഫ്ദലി സ്വലാത്തി വഅസ്ക സലാമി വതമ്മ തസ്ലീം അലാ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോട് കൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ഖുർആൻ സൂറത്തുൽ അഅറാഫിലൂടെ പറയുന്നൊരു രംഗമുണ്ട്. വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന, നരകവാസികളായ ആളുകൾ സ്വർഗവാസികളായ ആളുകളെ വിളിച്ചു കേഴും. അൻ അഫീദു അലൈന മിനൽ മാ, ഞങ്ങളുടെ മേലേക്ക് ഒരല്പം വെള്ളം കോരി ഒഴിക്കൂ, ഈ ചൂട് കാരണം ഞങ്ങൾക്ക് സഹിക്കുന്നില്ല. നിങ്ങൾക്ക് വെള്ളമുണ്ടല്ലോ, നിങ്ങൾക്ക് ഭക്ഷണമുണ്ടല്ലോ, നിങ്ങൾക്ക് തണുപ്പുണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സുഖവാസങ്ങളും ഉണ്ടല്ലോ, ഒരല്പം വെള്ളം ഞങ്ങളുടെ മേലെ കൂടി ഒന്ന് കോരി ഒഴിക്കൂ എന്ന് പറയുമ്പോ, അതല്ലെങ്കിൽ ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു കൊടുത്ത റിസ്ഖിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് കഴിക്കാൻ തരുമോ എന്നവർ ചോദിക്കുന്ന സമയത്ത് സ്വർഗവാസികൾ പറയും ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, തീർച്ചയായും കാഫിറുകളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം ഹറാമാക്കിയിരിക്കുന്നു. ആരാണവർ? അല്ലദീന ഇത്തഖദൂ ദീനഹും ലഹ്വൻ വലഇബ, അവരവരുടെ ദീനിനെ കളിയും വിനോദവുമായി കണ്ട ആളുകളാണ്. ദീനിന്റെ കാര്യങ്ങളൊക്കെ അറിയാം, അതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് തമാശ പറഞ്ഞിട്ട് കളിക്കും ആളുകൾ. ദീനിന്റെ നിയമങ്ങളൊക്കെ അവർക്ക് അറിയാം, ആ ദീനിന്റെ നിയമങ്ങളൊക്കെ ഇങ്ങനെ കളിയായിട്ട് പറയും. അവരുടെ അങ്ങാടി വർത്തമാനങ്ങളിൽ അവർ തമാശയായിട്ട് അതിനെ നാവുകൾ കൊണ്ട് പരിഹസിച്ചുകൊണ്ടിരിക്കും. അല്ലദീന ഇത്തഖദൂ ദീനഹും ലഹ്വൻ വലഇബ, അവരുടെ മതത്തെ കളിയും വിനോദവുമായി സ്വീകരിച്ച ആളുകളാണവർ. വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവ്, ഈ ദുനിയാവിന്റെ ജീവിതം അവരെ വഞ്ചിച്ചു കളഞ്ഞിരിക്കുന്നു. ഫൽയൗമ നൻസാഹും കമാ നസൂ ലിഖാ യൗമിഹിം ഹാദാ, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ഈ ദിനത്തെ അവർ മറന്നുപോയതുപോലെ അല്ലാഹു ഇന്ന് അവരെയും മറന്നു കളഞ്ഞിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന രംഗമുണ്ട്. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയാണ്, നരകത്തിന്റെ ഏറ്റവും വലിയ ഗൗരവം പഠിപ്പിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ കിട്ടുന്ന ഒരാൾ, അബൂ ത്വാലിബിനൊക്കെ കിട്ടുന്ന ശിക്ഷയെ പറ്റി ഹദീസുകളിൽ പരാമർശമുണ്ട്. വേറൊന്നുമില്ല, നരകത്തിൽ നിന്നുള്ള 2 ചെരുപ്പുകൾ, അഗ്നിയാലുള്ള നരകക്കനലിനാലുള്ള 2 ചെരുപ്പുകൾ, ആ ചെരുപ്പുകൾ ധരിപ്പിക്കപ്പെടുക മാത്രമാണ് ചെയ്യുക. തീനാളങ്ങൾ ശരീരം മുഴുവൻ മൂടുന്ന രീതിയിലുള്ള ശിക്ഷയില്ല, ചെറിയ ശിക്ഷ, ഏറ്റവും ലളിതമായ ശിക്ഷ. ആ ശിക്ഷ അനുഭവിക്കുന്ന യാള് അത് അനുഭവിക്കുന്ന സമയത്ത് ആ ചെരുപ്പുകൾ ധരിക്കുന്നത് കാരണം അവന്റെ മൂർധാവ് ഇങ്ങനെ, തലച്ചോറ് ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും. മനുഷ്യന്മാരുടെ തലച്ചോറ് തിളച്ചു മറിയുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളുടെ വീടുകളിലെ സൽക്കാരങ്ങളിൽ, കല്യാണപ്പുരകളിലെല്ലാം ഉരുളികൾ വെച്ച് അതിൽ എണ്ണ വാർന്ന് ആ എണ്ണ വെട്ടിത്തിളക്കുന്നത്, കോഴി വരിക്കുന്നത് കണ്ടിട്ടുണ്ടാകും. കയഗിലൽ മിർജൽ, ഈ ഉരുളിയിൽ എണ്ണ വെട്ടിത്തിളക്കുന്നത് പോലെ അവന്റെ തലച്ചോറ് ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ആരെങ്കിലും ഈ ശിക്ഷ കാണുകയാണെങ്കിൽ അവൻ വിചാരിക്കും ഇത് നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയാണ് എന്ന് അറിയുക, ഇത് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. തിന്മകളിൽ അഭിരമിക്കുന്നവർക്കുള്ളതാണ് ഈ ശിക്ഷ എന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. തിന്മകളിൽ നിന്ന് അത് നമ്മളെ മാറ്റി നിർത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.
അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകമായിട്ട് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞിരുന്നു, ഈ SIR നടപ്പിലാക്കുന്നു എന്ന വാർത്തയൊക്കെ നമ്മൾ കേട്ട അവസരത്തിൽ പലപ്പോഴും പ്രായം ചെന്ന ആളുകളൊക്കെ പലരും ഭയങ്കരമായിട്ട് അസ്വസ്ഥരായി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എൻ്റെ പൗരത്വം പോവോ എന്നൊക്കെ രീതിയിലുള്ള പേടി അസ്വസ്ഥതയൊക്കെ ഉള്ള ഒരു രീതിയുണ്ട്. ഇല്ല, നമ്മൾ അങ്ങനെ ബേജാറാകേണ്ടുന്ന, നമ്മളുടെ ഉറക്കം നഷ്ടപ്പെടേണ്ടുന്ന അവസ്ഥയില്ല. നമ്മളുടെ നാട്ടിൽ ഉള്ളവർക്ക് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ള ഈ 12 രേഖകളിൽ ഏതെങ്കിലുമൊക്കെ രേഖ എന്തായാലും ഉണ്ട്. നമ്മൾ ഇവിടെയുള്ള BLOമാരും ഒക്കെ നീതിപൂർവം പെരുമാറും എന്നത് തന്നെയാണ് നമ്മൾ അതിൽ മനസ്സിലാക്കുന്നത്. പക്ഷെ ഒരു ജാഗ്രത വേണം എന്നത് മാത്രമേ ഉള്ളൂ. ഇതൊന്നും മനസ്സിലാക്കാതെ, ഇതിനോടൊന്നും നല്ല രീതിയിൽ പ്രതികരിക്കാതെ, ശ്രദ്ധിക്കാതെ പോകുന്ന ഒരവസ്ഥ നമ്മളിൽ നിന്ന് ഉണ്ടാകരുത് എന്ന് മാത്രമാണ്. ആശങ്കപ്പെടാവുന്ന ഒരു സാഹചര്യമോ ഒരു ഭീതി നിറഞ്ഞൊരവസ്ഥയിലേക്ക് നമ്മൾ പോകേണ്ടുന്ന അവസ്ഥയൊന്നും ഇല്ല എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ത് വരുന്ന സമയത്തും വിശ്വാസി തവക്കൽതു അലല്ലാഹ്, ഞാൻ എൻ്റെ കാര്യങ്ങൾ പടച്ചോനിൽ ഏൽപ്പിച്ചിരിക്കുന്നു, എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് പടച്ചോനാണ് എന്നതിൽ സമാധാനപ്പെടേണ്ടുന്ന ആളുകളാണ് നമ്മൾ. ഏത് വാർത്തയിലും അസ്വസ്ഥരായി ഉറക്കം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ബേജാറാകേണ്ടുന്ന ഒരവസ്ഥയിലേക്കൊന്നും പോകേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധത്തിലുള്ള സമാധാനവും നമുക്കെല്ലാവർക്കും പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. സുഡാനിലെ ആഭ്യന്തര കലാപത്തിൽ മരിച്ചു വീഴുന്ന പാവപ്പെട്ട നിരായുധരായ ഒരുപാട് വിശ്വാസികളായ മനുഷ്യന്മാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാടിന് സമാധാനം പുനഃസ്ഥാപിച്ചു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിയൽ ഹാജാത്ത്. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم احفظ بلادنا، اللهم احفظ بلادنا، اللهم احفظ بلادنا وأئمتنا وأمتنا وعلماءنا وأمراءنا وأولادنا وشبابنا من كل الفتن ما ظهر منها وما بطن ومن كيد الشيطان. اللهم إنا نعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.